കൊച്ചിയിൽ NIA റെയ്ഡ്. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിലാണ് NIA റെയ്ഡ് നടത്തുന്നത്. വീടിന്റെ വാതിൽ പൊളിച്ചാണ് പുലർച്ചെ NIA സംഘം വീട്ടിൽ കയറിയത്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, എപ്പോഴായിരുന്നു റെയ്ഡ് നടന്നത്? ഇപ്പോഴും തുടരുകയാണ്. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്, പരിശോധന തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ് NIA സംഘം എറണാകുളം തേവയ്ക്കലിലുള്ള മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. പുലർച്ചെ എത്തിയ സംഘം വാതിൽ പൊളിച്ചാണ് വീടിനകത്തേക്ക് കയറിയത്. തുടർന്ന് ഈ പരിശോധന തുടരുകയായിരുന്നു. പിന്നീട് ഇപ്പോഴും ആ പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തയിടെ 3 പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കൾ ATSന്റെ കസ്റ്റഡിയിലായിരുന്നു. തീവ്രവാദ വിരുദ്ധ സേന നടത്തിയ പരിശോധനകൾക്കിടെ ഈ പ്രധാനപ്പെട്ട വയനാട് മേഖല, അതോടൊപ്പം തന്നെ തമിഴ്നാട് മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കബനി ദളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അറസ്റ്റിലായിരുന്നു. 3 പേരാണ് ഇതിൽ അറസ്റ്റിലായിരുന്നത്. ജൂലൈ 17-നും 19-നുമായി മനോജിനെയും അതോടൊപ്പം തന്നെ സോമൻ എന്ന് പറയുന്ന 2 പ്രവർത്തകരെ തൊണ്ണൂരിൽ നിന്നും അതോടൊപ്പം തന്നെ എറണാകുളത്തു നിന്നും കസ്റ്റഡിയിൽ തീവ്രവാദ വിരുദ്ധ സേന കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നീട് ഈ കബനി ദളത്തിലെ ഒരു അവസാന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CP മൊയ്തീൻ നേരത്തെ പോലീസുമായുള്ള തീവ്രവാദ വിരുദ്ധ സേനയുമായി അടക്കമുള്ള ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് CP ജലീലിൻ്റെ സഹോദരനാണ് CP മൊയ്തീനെ ആലപ്പുഴയിൽ നിന്നും തീവ്രവാദ വിരുദ്ധ സേന കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഈ ദളങ്ങളുടെ 4 ദളങ്ങൾ കേന്ദ്രീകരിച്ചാണ് വയനാട് മേഖലയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട് മേഖലയിലും പ്രവർത്തിക്കുന്നത്. അതിലൊരു അവസാന കണ്ണിയെ കൂടി കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞു എന്ന തീവ്രവാദ വിരുദ്ധ സേന അവകാശപ്പെടുകയും ഒപ്പം തന്നെ ഇതിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇവരുടെ ഒരു പിരിവ് കേന്ദ്രങ്ങൾ, കൂടുതൽ ധനസമാഹരണങ്ങൾ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരിലേക്ക് കൂടുതൽ എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നടത്തുന്ന ഒരു പരിശോധനകൾ. ഇവരിൽ നിന്ന് ലഭിച്ച കസ്റ്റഡിയിലുള്ളവരിൽ നിന്ന് ലഭിച്ചവരുടെ കയ്യിൽ നിന്നുള്ള വിവരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകളും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ NIA ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ന് രാവിലെയാണ് പരിശോധന തുടങ്ങിയത്. അതിപ്പോഴും തുടരുകയാണ്. ഡാനി, ഈ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നോ? പുലർച്ചെ തന്നെ NIA സംഘം എത്തി വീടിന്റെ വാതിൽ പൊളിച്ചകത്ത് കയറി എന്നാണ് നമുക്ക് ഡാനി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? മനസ്സിലാക്കുന്നത് വളരെ പുലർച്ചെ തന്നെ പോലീസ് എത്തുകയായിരുന്നു ഇതിനകത്തേക്ക്. അതായത് നിലവിൽ അറിയാൻ കഴിയുന്നത് അവിടെ ആ സമയത്ത് ആളുണ്ടായിരുന്നില്ല എന്നതാണ് അറിയുന്നത്. ഇതേ തുടർന്നാണ് ഇത് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറേണ്ട ഒരു സാഹചര്യം അടക്കം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾ NIA വ്യക്തമാക്കുന്നില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ തുടരുകയാണ്. നേരത്തെ ATS ആയിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് ഇവിടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നടത്തുന്ന മാവോയിസ്റ്റ് പരിശോധനകൾ, അറസ്റ്റുകൾക്കെല്ലാം തന്നെയും കടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ NIA നേരിട്ട് ഇതിലേക്ക് വരുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ലഭിക്കുന്ന സൂചനകളുടെ ശക്തമായ സൂചനകളുടെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധനകൾ തുടരുന്നത്. നേരത്തെ CP മൊയ്തീനെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ATS ട്രാക്ക് ചെയ്തിരുന്നു. അതിൽ ഇയാൾ അങ്കമാലിയിൽ എത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലൊരു നിരീക്ഷണം സോണുകളായി തിരിഞ്ഞ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇയാൾ ആലപ്പുഴയിലേക്ക് മാറുന്നത്. തുടർന്ന് വളരെ അടുത്ത ദിവസത്തിൽ തന്നെ ഇപ്പോൾ ഓഗസ്റ്റ് 2-നാണ് അറസ്റ്റ് നടക്കുന്നത്, ആലപ്പുഴയിൽ നിന്ന് പിടികൂടുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ചോദ്യം ചെയ്യലുകളുടെയും അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. NIAക്കും ഇത്തരം വിവരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ NIAയും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. കാരണം ഈ കൂടുതൽ വിഷയങ്ങൾ ഈ കബനി ദളം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം. അതിനിടെയാണ് വയനാട് കുഴിബോംബ് അടക്കം കണ്ടെത്തിയ ഒരു കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോയിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണിപ്പോൾ അത്തരം വിവരങ്ങളുടെ കൂടി സാഹചര്യത്തിലാണിപ്പോൾ NIA ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. നഗര കേന്ദ്രീകൃതമായിട്ട് വലിയ രീതിയിൽ ഒരു ശൃംഖല രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ചില വിവരങ്ങൾ കൂടി എത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇവരൊരു ധനസമാഹരണം അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ തുടരുന്ന പരിശോധനകൾ. നേരത്തെ വയനാട് ഈ രീതിയിൽ അവർക്ക് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് നീങ്ങാൻ കഴിയാത്ത വിധം തന്നെ തീവ്രവാദ വിരുദ്ധ സേനയും തണ്ടർബോൾട്ടും എല്ലാം നടത്തുന്ന പരിശോധനകൾ കൊണ്ടും
അവരുടെ നീക്കങ്ങൾ കൊണ്ടും കഴിഞ്ഞിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഇവരിലേക്ക് ധനം എത്തിക്കുന്ന വഴികൾ അതുകൂടി പൂർണ്ണമായി അടക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നഗര കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഒളിയിടങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ഇവർ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നവർക്കും ഇവർക്ക് സഹായം നൽകാൻ ശ്രമിക്കുന്നവരിലേക്കും അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എറണാകുളത്തു നിന്നും ഷൊർണൂരിൽ നിന്നുമായി 2 അറസ്റ്റുകൾ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുന്നത്. അതിനുശേഷമുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ NIA നടത്തിയിരിക്കുന്നത്. ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിൽ NIA റെയ്ഡ് തുടരുകയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി